തൃശ്ശൂരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമ്മുടെ റിപ്പോർട്ടർമാരെല്ലാവരും തന്നെ ഉണ്ട്. പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുടെ റോഡ് ഷോ ശക്തൻ്റെ തട്ടകത്തിൽ ആരംഭിക്കുന്ന സ്ഥലത്ത് നിന്ന് അരുൺ ആലത്തൂരുണ്ട്. ഒപ്പം റോഡ് ഷോ അവസാനിക്കുന്ന സ്ഥലത്ത് നമ്മുടെ അർജുനുണ്ട്. ഒപ്പം തന്നെ വനിതാ സംഗമത്തിന് അല്ലെങ്കിൽ സ്ത്രീ ശക്തിക്ക് ഏറ്റവും കൂടുതൽ ആക്കം കൂട്ടുന്ന സ്വാഗത സംഘ ഓഫീസിൽ നിരവധി സ്ത്രീകൾ, വനിതകൾ അവിടെ എല്ലാവരും ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അവിടെ ആ വനിതകൾക്കൊപ്പം ശാലിനിയുമുണ്ട്. ഇവരിലേക്കൊക്കെ നമുക്ക് പോകേണ്ടതുണ്ട്. എന്തായിരുന്നാലും BJP-യുടെ മുതിർന്ന നേതാവ് അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ ഇപ്പോൾ നമ്മുടെ അടുത്തുണ്ട്. ശക്തൻ്റെ മണ്ണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ശക്തൻ്റെ ഓരോ ആൾക്കാർക്കും B. ഗോപാലകൃഷ്ണനെ കുറിച്ച് അറിയാം. പ്രത്യേകിച്ച് തൃശ്ശൂർ എന്ന് പറയുമ്പോൾ BJP നേതാക്കളെ സംബന്ധിച്ചിടത്തോളം B. ഗോപാലകൃഷ്ണൻ്റെ പേരായിരിക്കും ആദ്യം ഓർത്തെടുക്കുക, അല്ലേ? അങ്ങനെ ഓർക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നമുക്ക് ആ റിപ്പോർട്ടിലേക്ക് തിരിച്ചെത്താൻ. എന്തായിരുന്നാലും വലിയ ആവേശത്തിലാണ് ശക്തൻ്റെ മണ്ണ് പൂർണ്ണമായിട്ടും, ശക്തൻ്റെ തട്ടകം. യാതൊരു സംശയവുമില്ല. കാരണം പൂരപ്പെരുമയുടെ പെരുന്തച്ച ഭൂമിയാണ് ഈ തൃശ്ശൂർ. അത് വടക്കുനാഥൻ്റെ ദേവഭൂമിയിൽ മാറ്റങ്ങൾ എല്ലാ കാലഘട്ടത്തിലും കേരളത്തിൽ ഉണ്ടാക്കിയത് തൃശ്ശൂരിൽ നിന്നാണ്. മാത്രമല്ല, ഇതിൻ്റെ പൈതൃകമെന്ന് പറയുന്നത് ഈ തൃശ്ശൂരും സമീപ പ്രദേശങ്ങളിലും അരക്ഷിതാവസ്ഥ ഉണ്ടായപ്പോൾ ആ അരക്ഷിതാവസ്ഥയെ സംരക്ഷിക്കാൻ വേണ്ടി ജന്മമെടുത്ത ശക്തൻ നമ്പുരാൻ്റെ തട്ടകമാണ് തൃശ്ശൂർ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആധുനിക കാലഘട്ടത്തിലെ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്നത് ഇടതുപക്ഷവും വലതുപക്ഷവുമാണ്. ആ അരക്ഷിതാവസ്ഥയിൽ നിന്ന് ഒന്നും ഈ നാട്ടിലെ ജനങ്ങൾക്ക് ചെയ്യാതെ എല്ലാം കൈയിട്ടുവാരി വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഇടതുപക്ഷ വലതുപക്ഷ സമീപനത്തിനപ്പുറത്ത് ഈ നാടിനു വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ, ഈ നാട്ടിലെ ജനങ്ങൾക്ക് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവരുടെ അടിസ്ഥാന കാര്യങ്ങൾ ചെയ്യാൻ, അവർക്ക് ശുദ്ധജലം കൊടുക്കാൻ, വീട് കൊടുക്കാൻ, അതുപോലെ തന്നെ ഇവിടെ സ്ട്രീറ്റ് വെണ്ടേഴ്സ് ഉണ്ട്. ഓരോ സ്ട്രീറ്റ് വെണ്ടേഴ്സിനും അറിയാം നരേന്ദ്രമോദി കൊടുക്കുന്നത്. അപ്പോൾ അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഭരണഘടനയിൽ പറയുന്നത് എല്ലാം പ്രദാനം ചെയ്യാൻ പ്രധാനമന്ത്രിക്ക് കഴിയുന്നു എന്നുള്ളത് ജനഹൃദയങ്ങളെ പ്രധാനമന്ത്രിയിലേക്ക് കൂടുതൽ ആകർഷിക്കുകയാണ്. അതിനേക്കാൾ കൂടുതൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അഴിമതിയില്ലാത്ത ഭരണമാണ്. ഒരു അഴിമതി 9 വർഷമായില്ലേ പ്രധാനമന്ത്രിയായിട്ട്, 15 വർഷം മുഖ്യമന്ത്രിയായില്ലേ. ഒരു അഴിമതി എന്ന് പറയുന്നത് ഈ ഇന്ന് വരെ അദ്ദേഹത്തിൽ നിന്ന് ആർക്കും ഉണ്ടായിട്ടില്ല, ആർക്കും ആരോപണം ഉന്നയിക്കാൻ പറ്റിയിട്ടില്ല. എനിക്ക് തോന്നുന്നു സ്വതന്ത്ര ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രി അഴിമതിയുടെ ആരോപണം പാർലമെൻറ്റിൽ നേരിടാൻ ഇന്ന് വരെ നേരിടാത്ത ഒരേ ഒരു പ്രധാനമന്ത്രി സ്വതന്ത്ര ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ അത് നരേന്ദ്രമോദിയാണ്. ജവഹർലാൽ നെഹ്റുവിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ സ്വന്തമായ ചിഹ്നത്തിൽ മത്സരിച്ച് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടിയ പ്രധാനമന്ത്രി എന്നും കൂടി പറയേണ്ടി വരും. കാരണം അടൽ ബിഹാരി വാജ്പേയി ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നിർഭാഗ്യവശാൽ ഈ ഇടതുപക്ഷവും വലതുപക്ഷവും കൂടിയിട്ട് ഒരു ആരോപണം കൊണ്ടുവന്നു. പക്ഷെ ഒരു ആരോപണവും നരേന്ദ്രമോദിയെ സ്പർശിക്കുന്നില്ല, ഏൽക്കുന്നില്ല, കൊണ്ടുവരാൻ കഴിയുന്നില്ല. അപ്പോൾ ആരോപണങ്ങളുടെ എല്ലാം മുനയൊടിയാണ്. ആ സമയത്ത് തന്നെ ഇന്ന് സ്ത്രീകളുടെ ദിനമാണ്. പ്രത്യേകിച്ച് നമ്മുടെ വനിതാ റീജിയണൽ ഹെഡാണ് നമ്മളെ കൊച്ചിയിൽ നിന്ന് എത്തിയിരിക്കുകയാണ് ബീന ചേച്ചിയുടെ ദിവസവും അതുപോലെ തന്നെ നമ്മുടെ റിപ്പോർട്ടർ ശാലിനിയുടെ ദിവസവും എന്നൊക്കെയാണ് ഞങ്ങൾ സാധാരണ ഡെസ്കിൽ പറയാറുള്ളത്. കാരണം ഇന്ന് പ്രത്യേകിച്ച് നമ്മൾ സാധാരണ പൊളിറ്റിക്കൽ റിപ്പോർട്ടല്ല, സ്ത്രീകളുടെ ശക്തി ഉയർത്തിക്കാട്ടിക്കുന്ന സംഗമത്തിൽ സ്ത്രീകളുടെ റിപ്പോർട്ടിംഗ് ആണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ബീന ചേച്ചിക്ക് ചോദിക്കാനുണ്ട് എന്നെക്കാട്ടി കൂടുതൽ. വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. അതായത് യാതൊരു അവകാശവാദങ്ങളും ഇല്ലാതെയാണ് പ്രധാനമന്ത്രി ഇതൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടാണ്. അതായത് സ്ത്രീകൾക്ക് എന്താണ് വേണ്ടത്, ചെറിയ മൈന്യൂട്ട് കാര്യങ്ങൾ, ഇപ്പം ശൗചാലയം ഉൾപ്പെടെ, ഇല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടുകൾ ഉൾപ്പെടെ, ഇല്ലെങ്കിൽ ചെറിയ ചെറിയ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുക ഉൾപ്പെടെ, ഇങ്ങനെ എല്ലാ കാര്യത്തിലും പ്രധാനമന്ത്രിയും കേന്ദ്ര സർക്കാരും സ്ത്രീകൾക്കൊപ്പമുണ്ട്. അപ്പോൾ സ്ത്രീകൾ തിരിച്ചു നൽകുന്ന ഒരു ആദരവ്, അടുത്തിടെ ഉണ്ടായ വനിതാ സംവരണ ബില്ലടക്കം, അപ്പോൾ തിരിച്ചു നൽകുന്ന ഒരു ആദരവായിട്ട് നമുക്ക് ഇന്നത്തെ പരിപാടിയെ കാണാൻ പറ്റും. യാതൊരു സംശയവുമില്ല. ഞാൻ അതിനകത്തൊരു ചെറിയ ഒരു അമെൻമെൻറ്റ് വരുത്തുകയാണ്. ഇന്നത്തെ ഒരു ദിവസമല്ല സ്ത്രീകളുടെ, ഈ കാലം സ്ത്രീകളുടെയാണ്. കാരണം ഈ കാലം സ്ത്രീകളാണ് തീരുമാനിക്കുന്നത് എന്തു വേണം നമ്മുടെ നാട്ടിൽ. അതിൽ യാതൊരു സംശയവുമില്ല. മുസ്ലിം സ്ത്രീകൾ തീരുമാനമെടുത്തു. കാരണം ട്രിപ്പിൾ തലാഖ് എന്ന് പറയുന്ന കാലങ്ങളായിട്ട് അവരനുഭവിച്ചു കൊണ്ടിരുന്ന അവശതയുടെ ആ ഒരു വല്ലാത്ത ദുഃഖഭാരത്തെ നീക്കാൻ നരേന്ദ്രമോദി തയ്യാറായി. അതുകൊണ്ട് മുസ്ലിം സ്ത്രീകൾ പരസ്യമായി രംഗത്ത് വന്നില്ലെങ്കിലും അവർ തീരുമാനമെടുത്തു. ആ തീരുമാനത്തിൻ്റെ ഭാഗമാണ് മധ്യപ്രദേശിലെയും ഛത്തീസ്ഗഡിലെയും വമ്പിച്ച വിജയം. എന്ന് മാത്രമല്ല, ക്രൈസ്തവ സഭ
ക്രൈസ്തവ സഭയെ ഭാരതീയ ജനതാ പാർട്ടിയായിട്ട് നരേന്ദ്രമോദിയുമായിട്ടുള്ള ക്രൈസ്തവ സഭയുടെ ബന്ധമെന്ന് പറയുന്നത് ഒരു നൈസർഗികമാണ്. ഞാൻ ഈ നൈസർഗികമാണ്, ഓർഗാനിക് ആണെന്ന് പറയാനുള്ള കാരണം ലോകം മുഴുവനും ഇന്ന് നേരിടുന്ന ഭീഷണി എന്ന് പറയുന്നത് മുസ്ലിം ഫണ്ടമെൻ്റലിസമാണ്, മുസ്ലിം ഭീകരതയാണ്. ലോകത്തെ ക്രൈസ്തവ രാജ്യങ്ങൾ ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തെ ക്രൈസ്തവ സമൂഹം ഭീഷണിയിലും ഭീതിയിലുമാണ്. അവർക്ക് ആ ഭീഷണിയും ഭീതിയും അവർക്കുള്ളപ്പോൾ, അരക്ഷിതാവസ്ഥ ഉള്ളപ്പോൾ അവർക്ക് ആ നേതൃത്വം എന്ന് പറയുന്നത് മുസ്ലിം ഭീകരതയ്ക്കെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ലോകരാജ്യത്തിലെ നേതൃത്വം നരേന്ദ്രമോദിക്കാണ്. അതുകൊണ്ട് തന്നെ ആ ലോക ക്രൈസ്തവരെ സംരക്ഷിക്കാനുള്ള മുസ്ലിം ഭീകരതയ്ക്കെതിരായിട്ടുള്ള ആ നേതൃത്വം നയിക്കുന്ന നരേന്ദ്രമോദിയുമായി നൈസർഗികമായി കേരളത്തിലെ ക്രൈസ്തവ സഭ, ഇന്ത്യയിലെ ക്രൈസ്തവ സഭ യോജിക്കുന്നതും ഒരുമിച്ച് പോകുന്നതും സ്വാഭാവികമാണ്. അതിനെ തടയാൻ ഇടതുപക്ഷത്തിനോ വലതുപക്ഷത്തിനോ കഴിയില്ല. സാംസ്കാരിക മന്ത്രിയുടെയൊക്കെ പ്രസ്താവനയുടെ പിന്നിൽ അത് കണ്ടറിയുന്ന ഒരു വിഭ്രാന്തിയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് മുസ്ലിം സമൂഹത്തിലായാലും സ്ത്രീ സമൂഹത്തിലായാലും ക്രൈസ്തവ സമൂഹത്തിലായാലും പ്രത്യേകിച്ച് അയോധ്യയിലെ കഴിഞ്ഞ 5 നൂറ്റാണ്ടായിട്ട് ഈ അയോധ്യയെ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ഭാരതത്തിലെ ജനഹൃദയങ്ങളിൽ, പ്രത്യേകിച്ച് അമ്മമാരുടെ ഹൃദയത്തിൽ അതിൻ്റെ സാക്ഷാത്കാരത്തിൻ്റെ കർമ്മം നിർവഹിച്ച ആ 5 നൂറ്റാണ്ടിലെ യുദ്ധഭൂമിയിലെ എത്രയോ ധീരരായിട്ടുള്ള വനിതകൾ, അവരുടെ സ്വയം സമർപ്പിക്കപ്പെട്ട ആ യുദ്ധത്തിലെ അവരുടെ വീരമൃത്യുവിൻ്റെ സാക്ഷാത്കാരം, അഥവാ ആ വീരമൃത്യു ഉയർത്തിയ വികാരത്തിൻ്റെ സാക്ഷാത്കാരമാണ് ജനുവരി 22. സമസ്ത മേഖലകളിലെയും ജനങ്ങൾക്ക് നരേന്ദ്രമോദി ഒരു പ്രതീകമാണ്, നരേന്ദ്രമോദി ഒരാശയാണ്, ഒരു വികാരമാണ്, ആ ജനതയുടെ അഭിലാഷമാണ്. അതുകൊണ്ട് ആ നരേന്ദ്രമോദി വരുന്ന ഈ ദേവഭൂമിയിൽ ജനങ്ങൾ ഒന്നടങ്കം എത്തുകയാണ്. സ്ത്രീകൾ 2 ലക്ഷം പങ്കെടുക്കുന്നു, പുരുഷന്മാർ റോഡ് ഷോയിൽ നിൽക്കുന്നു. ഇതൊന്നും തന്നെ വേറെ ഏതെങ്കിലും ജില്ലയിൽ നിന്ന് കാര്യമായി കൊണ്ടുവരുന്നതല്ല. ആകെ 4 ജില്ലയാണ് ഇവിടേക്ക് വരാൻ പറഞ്ഞിരിക്കുന്നത്: പാലക്കാട്, മലപ്പുറം, കോഴിക്കോടും എറണാകുളവും. പക്ഷേ ഈ തൃശ്ശൂരിലെ ആളുകൾ തന്നെ നരേന്ദ്രമോദിയെ സ്വീകരിക്കുകയാണ്. ജനങ്ങളിങ്ങനെ നരേന്ദ്രമോദിക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ്. മാത്രമല്ല, ഞാൻ ഒരു കാര്യം കൂടി പറയാം. സാധാരണ ഈ നരേന്ദ്രമോദിയുടെ വരവ് അത് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു തിരശീല ഉയരാൻ, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ തിരശ്ശീലയിലെ ഉയർത്തിക്കൊണ്ടുള്ള ഒരു കേളിയാണ് എന്ന് പൊതുവെ പറയുന്നുണ്ട്. അപ്പോൾ ആരാണ് സ്ഥാനാർത്ഥി എന്ന ചോദ്യവുമുണ്ട്. സാധാരണ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുക കേന്ദ്ര പാർലമെന്ററി ബോർഡാണ്. പക്ഷേ തൃശ്ശൂരിൽ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചിരിക്കുന്നത് ഈ തൃശ്ശൂരിലെ ജനങ്ങളാണ്. അവർ പറയുന്നു ഇദ്ദേഹമാണ് സ്ഥാനാർത്ഥി. ആരാണ് സ്ഥാനാർത്ഥി ഞാൻ പറയണ്ട, അവർ പറയുന്നു. അതുകൊണ്ട് ഇത്രയും കാലം പത്രമാധ്യമങ്ങളൊക്കെ ചോദിച്ചു, നിങ്ങൾ തൃശ്ശൂർ എടുക്കുവോ എന്ന് ചോദിച്ചു. പക്ഷേ ഇപ്രാവശ്യം ജനങ്ങൾ പറയുന്നത് എടുക്കുമോ എന്നല്ല, കൊടുക്കാൻ തയ്യാറാണെന്ന് ജനങ്ങൾ പറയുന്നത്. അപ്പോൾ ആ മാറ്റത്തിലേക്ക് ഈ സംഗമഭൂമിയെ, ദേവഭൂമിയെ, പൈതൃക ഭൂമിയെ കൊണ്ടുവരുന്നത് വാസ്തവത്തിൽ നരേന്ദ്രമോദി എന്ന് പറയുന്ന ലോകാരാധ്യനായ ഭാരതീയ ജനതാ പാർട്ടിയുടെയും നമ്മുടെ എല്ലാവരുടെയും നേതാവായിട്ടുള്ള ഇന്നത്തെ നമ്മുടെ പ്രധാനമന്ത്രിയാണ്. സംശയമൊന്നുമില്ല, അദ്ദേഹത്തെ വരവേൽക്കാൻ ഒരു ഉത്സവത്തോടുകൂടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. പിന്നെ വലിയ പ്രതീക്ഷയിലാണ്, പ്രത്യേകിച്ച് രാഷ്ട്രീയമായി തന്നെ വലിയ നേട്ടങ്ങൾ പ്രധാനമന്ത്രിയുടെ ഈ ഒരു സന്ദർശനത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് BJPയുടെ മുതിർന്ന നേതാവ് B. ഗോപാലകൃഷ്ണൻ ഇപ്പോൾ വ്യക്തമാക്കുന്നത്.